പ്രതിഷേധങ്ങൾക്കൊടുവിൽ എമ്പുരാന് സെൻസർ ബോർഡിന്റെ കടിഞ്ഞാൺ വരുന്നു. എന്തൊക്കെയാ നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. 17 ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റും. വ്യാപക പ്രതിഷേധം കാരണം നിർമ്മാതാക്കൾ തന്നെയാണ് ഈ മാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണ് ഈ നടപടിക്രമത്തിന് നൽകുന്ന വിശേഷണം. തിങ്കളാഴ്ചയോടെ ഇത് പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പ്. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? ഒരു വശത്ത് എമ്പുരാൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തന്നെയാണ് മറുവശത്ത് കൊടുങ്കാറ്റായി രാഷ്ട്രീയ വിവാദവും ആഞ്ഞടിക്കുന്നത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ സംഘപരിവാർ അനുകൂല നിലപാടുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ തന്നെ അതിശക്തമായ വിമർശനം തുടർന്നിരുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറൊക്കെ വലിയ രീതിയിൽ ഹിന്ദു വിരുദ്ധമാണ് സിനിമ എന്ന് വരെ പറഞ്ഞു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. മോഹൻലാലിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യമുയർന്നു. വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് സാധാരണ ഒരു സിനിമയ്ക്ക് വരുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗാനരംഗങ്ങൾ മാറ്റുക, ചില സീക്വൻസുകൾ മാറ്റുക എന്നുള്ള രീതിയിൽ സെൻസറിങ്ങിന് വീണ്ടും അങ്ങോട്ട് സമീപിക്കുന്ന ഒരു രീതിയാണ്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. 17 കട്ടാണ് ഇനി വരാൻ പോകുന്നത് എമ്പുരാൻ റീ എഡിറ്റിൽ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു വില്ലൻ, പ്രധാന വില്ലന്റെ പേര് ഉണ്ട്. ആ പേര് വരുന്ന ഭാഗത്ത് മ്യൂട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. അത് ബജ്രംഗി എന്നുള്ള പേര്, അത് നരോദ പാട്ടിയ കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാളുടെ പേരുമായി ബന്ധപ്പെട്ടു വരുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു. ആ പറയുന്ന ഭാഗത്ത് മ്യൂട്ട് വരും. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അതോടൊപ്പം തന്നെ ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമമുണ്ട്. ആ ഭാഗങ്ങൾ വെട്ടിമാറ്റും. മറ്റു ചില പരാമർശങ്ങൾ, ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, അങ്ങനെ മ്യൂട്ട്, വെട്ടൽ ഉൾപ്പെടെ 17 കട്ടാണ് വരാൻ പോകുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുന്നില്ല കേരളം. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഉയരുന്ന അതിശക്തമായി, കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും RSS അടക്കം ശക്തമായ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വെട്ടിലേക്ക് പോകുന്നത്. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. ബാലേന്ദ്രനെ ഒതുക്കാമെന്ന് പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല.